പ്രിയങ്കരനായ അധ്യക്ഷൻ CPC രാമകൃഷ്ണൻ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഏറ്റവും പ്രിയപ്പെട്ട KPCCയുടെ അധ്യക്ഷൻ ശ്രീ K. സുധാകരൻ MP, ശ്രീ സണ്ണി ജോസഫ് അടക്കമുള്ള MLA മാർ, ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഞാനൊരു സുദീർഘമായ പ്രസംഗത്തിന് പോകേണ്ട ആവശ്യമില്ല. ഒന്ന്, നിങ്ങളെല്ലാം ഈ നാടിൽ ഇതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരും നന്നായി ഈ കാര്യങ്ങൾ അറിയാവുന്നവരും. രണ്ട്, എനിക്ക് മുൻപ് സംസാരിച്ച നേതാക്കൾ എല്ലാവരും വളരെ വിശദമായി ഈ കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു. ഞാൻ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ നിയമസഭ വന്നതിന് ശേഷം ഞങ്ങൾ ഒരു കാലത്തുമില്ലാത്ത തരത്തിൽ ശ്രീ സണ്ണി ജോസഫ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിരവധി പ്രാവശ്യം ഈ മലയോരത്തെ സങ്കടങ്ങൾ ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നു. പക്ഷെ എപ്പോഴും ഒരുപോലെ റെഡിമെയ്ഡായ മറുപടിയാണ്. നിങ്ങൾക്കറിയാമോ, ഈ പ്രാവശ്യത്തെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സർക്കാരിന് വേണ്ടിയിട്ടാണല്ലോ ഗവർണർ പ്രസംഗിക്കുന്നത്. എന്താ എഴുതി വച്ചിരിക്കുന്നതെന്നറിയാമോ? കേരളത്തിൽ വന്യജീവി ആക്രമണങ്ങൾ കുറഞ്ഞു വരുന്നു. ഇവർ ഈ ഗ്രഹത്തിലാണോ ജീവിക്കുന്നത്? ഈ ഭൂമിയിലാണോ ജീവിക്കുന്നത്? വന്യജീവി ആക്രമണങ്ങൾ കുറഞ്ഞു വരുന്നു. ഇനി വല്ല അച്ചടി പെശകാണെങ്കിൽ പോട്ടെ. ഈ വനം മന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മറുപടി പറയുമ്പോൾ പറഞ്ഞു, ഇതേ വാചകം പറഞ്ഞു, കുറഞ്ഞു വരുന്നു. അപ്പൊ ഞങ്ങൾ കണക്കെടുത്ത് കാണിച്ചു. കണക്ക് 2019-20 തൊട്ട് ഈ 23-24 വരെയുള്ള മുഴുവൻ കണക്കുകളും ഞങ്ങൾ സർക്കാർ തന്ന കണക്കാ. ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ച് വിവരാവകാശ നിയമപ്രകാരം വാങ്ങിച്ച കണക്കുകൾ, സർക്കാർ പറയുന്ന കണക്കുകൾ തന്നെ നമ്മുടെ കയ്യിലുണ്ട്. ഇത് വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ, 6-7 വർഷങ്ങൾക്കിടയിൽ നടന്നത് അറിയാമോ? 60,000-ത്തിലധികം വന്യജീവി ആക്രമണങ്ങൾ. 60,000-ത്തിലധികം. കൊല ചെയ്യപ്പെട്ടവർ 1000-ത്തിലധികം പേർ. ഗുരുതരമായി പരിക്കേറ്റവർ വിനോദിനെ പോലെ 8,000-ത്തിലധികം ആള്. ഇപ്പൊ സണ്ണി വക്കീൽ വിനോദിന്റെ കാര്യം വിവരിച്ചു. ഞാൻ അടുത്തിരുന്ന് വിനോദിനോട് എല്ലാം ചോദിച്ചു മനസ്സിലാക്കുക. ആനയുടെ 4 കാലുകൾക്കിടയിലാണ് പെട്ടത്. നഖം കൊണ്ടിട്ടാണ് ഈ കാല് ഈ സ്ഥിതിയിലായി. ആനയുടെ നഖം കൊണ്ട്. ആന എടുത്തൊരു കാല് നെഞ്ചിൽ വെച്ചു. ചവിട്ടണോ വേണ്ടേന്ന് ഒന്ന് ആലോചിച്ചു. ആന ചവിട്ടാതെ കാല് മാറ്റി. പക്ഷെ ആ കാല് വെച്ചില്ലേ, ആ വച്ചപ്പോ 7 വാരിയല്ലുകളാണ് ഒടിഞ്ഞത്. 7 വാരിയല്ലുകൾ. ചവിട്ടിയിരുന്നെങ്കിൽ പിന്നെ വിനോദ് ഇവിടെ ഇല്ല. 7 വാരിയല്ലുകൾ വെറുതെ വെച്ചതാണ്. ചവിട്ടണമെന്ന് ആലോചിച്ച് നോക്കിയേ. ഒരാൾ ആ ആക്രമണത്തിൽ പെടുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. ഞങ്ങൾ മാനന്തവാടിയിൽ അജീഷിന്റെ വീട്ടിൽ ചെന്നപ്പോ 6ഓ 7ഓ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. എന്നോട് ചോദിച്ചു, സാറേ, ഞാൻ അനാഥയായി, ഇനി എന്നെപ്പോലൊരു കുട്ടി അനാഥയാവില്ലെന്ന് സാറിന് ഉറപ്പ് പറയാൻ പറ്റുമെന്ന്. നമ്മുടെ ചങ്കില് കുത്തുന്നൊരു അനുഭവമാണ്. ഈ യാത്ര തുടങ്ങുമ്പോൾ അതെല്ലാം ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതെല്ലാം ജസ്റ്റിന്റെ വീട്ടിൽ പോയപ്പോൾ ഉണ്ടായ അനുഭവം ഉൾപ്പെടെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ. എത്രമാത്രം കൃഷിസ്ഥലമാണ് തകർന്നു പോയത്. ഞാൻ പറഞ്ഞു, ഈ മലയോരത്ത് പണ്ട് നമ്മൾ കൂട്ടുകാരുടെ അടുത്തൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കൃഷി ഭൂമിക്കടിയിലെ കൃഷിയാ, കിഴങ്ങ് കൃഷിയാ അല്ലേ? കപ്പയും ചേനയും ചേമ്പും ഒക്കെയാ. പന്നി സമ്മതിക്കോ? ഇപ്പോ നാളികേരം കുരങ്ങനിട്ടുകൊണ്ട് പോകും, മച്ചിങ്ങ പരുവത്തിലാകുമ്പോൾ ഇട്ടുകൊണ്ട് പോകും ഇല്ലേ? ആന വാഴ നശിപ്പിക്കും, തെങ്ങ് നശിപ്പിക്കും, എല്ലാം തകർക്കും. വയലുകളിൽ വേറെ പന്നിയുടെ ആക്രമണം നിരന്തരമായി. ഇപ്പൊ ഞങ്ങൾക്ക് അപ്പുറത്ത് ആറളത്ത് വെച്ച് ഒരു സിസ്റ്റർ പരാതി തന്നത്, വനാതിർത്തിയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയാണ് അവരുടെ മഠം. അല്ല, മുഴുവൻ വന്യമൃഗങ്ങളാണ് അതിൻ്റെ അകത്ത് എല്ലാ ദിവസവും. അത്രമാത്രം വനാതിർത്തി മാത്രമല്ല,
വനാതിർത്തി കടന്ന് നാട്ടിലേക്കും ഈ പ്രശ്നങ്ങളുണ്ടായി. പരിഹാരം വേണ്ടേ? ഇപ്പൊ സർക്കാർ ചെയ്തിരിക്കുന്ന എന്താ? മുൻ വനമന്ത്രിയായ ശ്രീ കെ സുധാകരൻ MP പറഞ്ഞു, അദ്ദേഹം ചെയ്തപ്പോഴുള്ള ശ്രമങ്ങൾ പൂർണ്ണമായ വിജയത്തിലെത്തിയില്ല. അന്ന് ഇത്രയും പ്രശ്നമില്ല, ഇത്രയും രൂക്ഷമായ പ്രശ്നം അന്നില്ല. പരമ്പരാഗതമായ രീതികളുണ്ട് അല്ലേ? ആനയുടെ കിടങ്ങ് കുഴിക്കുക, ആറളത്ത് കെട്ടിയതുപോലെ, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കെട്ടിയതുപോലെ മതിൽ കെട്ടുക, സൗരോർജ വേലി വെക്കുക, റെയിൽ ഗാർഡ് വെക്കുക, കുറേ കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ 4 വർഷമായിട്ട് നിങ്ങൾക്കറിയോ? ഒന്നും ചെയ്തിട്ടില്ല. പൂജ്യമാണ് ചെലവാക്കിയ പണം, പൂജ്യം. ഈ വന്യജീവി ആക്രമണം കേരളത്തിൽ ഇത്രമാത്രം വർദ്ധിച്ചു വന്ന ഈ 4 കൊല്ലം പരമ്പരാഗതമായ രീതിയിൽ വന്യജീവികളെ പ്രതിരോധിക്കാൻ 1 രൂപ മുടക്കിയിട്ടില്ല. ഞങ്ങൾ ചോദിച്ചു, മറുപടി ഉണ്ടായില്ല. മുഖ്യമന്ത്രി തലകുനിച്ചിരുന്നു. 1 രൂപ മുടക്കിയിട്ടില്ല. നമ്മുടെ ഡിമാൻഡ് എന്താണ്? പരമ്പരാഗതമായ രീതിയിലുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടി കൂടുതൽ പണം അനുവദിക്കണം. മതിൽ കെട്ടാൻ, കിടങ്ങുകൾ ഉണ്ടാക്കാൻ, സൗരോർജ വേലി ഉണ്ടാക്കാൻ. അതുമാത്രം പോരാ. ഇന്ന് ലോകത്ത്, നമ്മുടെ രാജ്യത്ത്, തൊട്ടയൽ സംസ്ഥാനങ്ങളിൽ ഈ മൃഗങ്ങളെ വരുന്നതറിയാൻ ഉള്ള സംവിധാനങ്ങളുണ്ട്. വരുന്നത് അറിഞ്ഞാൽ അതിനെ തിരിച്ചോടിക്കാനുള്ള ആധുനികമായ സംവിധാനങ്ങളുണ്ട്. ചിലതിനെ ശബ്ദമുണ്ടാക്കി ഓടിക്കും. പല സംവിധാനങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ അന്വേഷിച്ചോ, വാൽപ്പാറ ഏറ്റവും കൂടുതൽ ആന ആക്രമണം ഉണ്ടായ സ്ഥലം. ഇപ്പൊ ആനയുടെ ശല്യമില്ല. തമിഴ്നാട് ഗവൺമെന്റും കർണാടക ഗവൺമെന്റും മധ്യപ്രദേശും ഹിമാചൽ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ പുതിയ സങ്കേതങ്ങൾ കൊണ്ടുവരികയാണ്. വനാതിർത്തികളിൽ മൃഗങ്ങൾ എത്താതിരിക്കാൻ, എത്തിയാൽ തിരിച്ചോടിക്കാൻ ഉള്ള പുതിയ മാർഗങ്ങൾ. ഞാൻ പറഞ്ഞു, കേരളത്തിലെ ഈ വന്യജീവി വകുപ്പ് സാധാരണക്കാരന്റെ നെഞ്ചത്തോട്ട് കയറുന്നതല്ലാതെ ഇങ്ങനെയുള്ള ഒരു മാർഗവും അന്വേഷിച്ചവർ പോയിട്ടില്ല. ഒരു കാര്യവും അവർ ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് വനസംരക്ഷണത്തിനോട് ഒരു വിയോജിപ്പുമില്ല, അതിൻ്റെ കൂടെയാണ് ഞങ്ങൾ. പക്ഷേ കേരളത്തിൽ ഭൂവിസ്തൃതിയുടെ 29.1% വനമാണ്. ദേശീയ ശരാശരിയേക്കാൾ കേരളത്തിൽ കൂടുതലാണ് വനം. ഇനി വനം വേണ്ട. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രതയുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് കേരളം. മറക്കാമോ? എന്നിട്ട് ഇപ്പൊ എന്താ? ജനവാസ കേന്ദ്രങ്ങൾ റിസർവ് ഫോറസ്റ്റ് ആയിട്ട് പ്രഖ്യാപിക്കുക. മനുഷ്യൻ താമസിക്കുന്ന സ്ഥലം റിസർവ് ഫോറസ്റ്റ് ആയിട്ട് പ്രഖ്യാപിക്കുക. ശ്രീ അപ്പു ജോസഫ് ഇവിടെ ഇരിക്കുന്നു. ഇടുക്കി ജില്ലയിൽ ഏലത്തോട്ടങ്ങൾ റിസർവ് ഫോറസ്റ്റ് ആക്കുക. ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ്. മനുഷ്യൻ ജീവിക്കുന്ന സ്ഥലം നാളെ റിസർവ് ഫോറസ്റ്റ് ആയാൽ എന്താ സ്ഥിതി? ബഫർ സോൺ. കട്ടപ്പന ടൗൺ ബഫർ സോൺ ആവും. ബഫർ സോൺ റിസർവ് ഫോറസ്റ്റിന്റെ സ്റ്റാറ്റസ് ആണ്. മനുഷ്യന് ജീവിക്കണ്ടേ? ഇവിടെ സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ്, സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തം. എന്താ? മനുഷ്യന്റെ ജീവനും അവന്റെ സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കുന്ന അറിയാമോ? തുച്ഛമായ തുക. അത് മാറ്റണം. ഇപ്പോഴും 4000-ഓളം ആളുകൾക്ക് കൊടുക്കാനുണ്ട്. ഈ മനുഷ്യനൊന്നും കിട്ടിയില്ല. 15 ലക്ഷം രൂപ. 8000-ലധികം ആളുകളാ വിനോദിനെ പോലെ ഇങ്ങനെ കിടക്കുന്നത്, പ്രയാസപ്പെട്ട് ജീവിക്കുന്നത്. 15 ലക്ഷം രൂപയ്ക്ക് ഈ പാവപ്പെട്ട മനുഷ്യരെ എവിടെ നിന്നെടുത്ത് ചെലവാക്കാന്? ആരാ സംരക്ഷിക്കേണ്ടിയിരുന്നത്? സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് അവരുടെ ചികിത്സാ ചെലവ് കൊടുക്കണ്ടേ? വേണ്ടേ? ബഫർ സോൺ വിഷയം ഗവൺമെന്റ് വലിച്ചു നീട്ടിക്കൊണ്ടുപോവാ. നമ്മൾ എത്ര പ്രാവശ്യം കൊണ്ടുവന്നു ബഫർ സോൺ വിഷയം? പരിഹാരമില്ല. അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ വെറുതെ യാത്ര നടത്തല്ല. നിയമസഭയ്ക്കകത്ത് ഒരു കാലത്തുമില്ലാത്ത രീതിയിൽ നിങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആവർത്തിച്ച്. ഒരു നിയമസഭാ സമ്മേളനം പോലും
ഈ മലയോരത്തെ പാവപ്പെട്ടവരുടെ സങ്കടം പറയാതെ ഞങ്ങൾ മാറ്റിവെച്ചിട്ടില്ല ഒരു നിയമസഭാ സമ്മേളനം പോലും. അത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് ഞങ്ങൾ ഇത് കണ്ടത്. നിവർത്തിയില്ലാതായപ്പോഴാണ് ഈ ജാഥ ആരംഭിക്കുന്നത്. ഈ ജാഥയുടെ ഒന്നാമത്തെ ഉദ്ദേശം ഇത് കേരളത്തിലെ സർക്കാരിൻ്റെയും ജനങ്ങളുടെയും മുന്നിലുള്ള ഒന്നാമത്തെ പരിഗണനാ വിഷയമായി കൊണ്ടുവരിക. ഉറപ്പായും രണ്ടാമത് അതിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കുക. ഞങ്ങൾ MP-മാരോട് പറഞ്ഞിട്ടുണ്ട്, വന്യജീവി നിയമം ഭേദഗതി ചെയ്യാൻ കേരളത്തിൽ ജയിച്ച എല്ലാ MP-മാരും ഒറ്റക്കെട്ടായി നിന്ന് UDF MP-മാർ പാർലമെന്റിൽ പോരാടും. ഒറ്റക്കെട്ടായി ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും പോരാട്ടം നടത്തും. കണ്ണു തുറന്നില്ല എങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വാക്ക് തരുന്നു, ഞങ്ങൾക്ക് ഈ കാര്യത്തിലെല്ലാം ഓരോന്നിനും പരിഹാര നിർദ്ദേശങ്ങളുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും, ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇവര് പരിഹരിച്ചില്ലെങ്കിൽ ഇനി അധികം സമയമൊന്നുമില്ല, ഇത് അവസാനിക്കാൻ. ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ അത് കേരളത്തിൽ അത് നടപ്പാക്കുക തന്നെ ചെയ്യും. ഒന്നാമത്തെ പ്രയോറിറ്റി, ഫസ്റ്റ് പ്രയോറിറ്റി, ഒന്നാമത്തെ പരിഗണന ഈ വിഷയത്തിന് കൊടുത്തുകൊണ്ട് പരിഹാരമുണ്ടാകും. ഇപ്പൊ ചെയ്യുന്ന എന്താ? നിങ്ങളെ നിങ്ങളുടെ വിധിക്ക് വിടുക. കടുവ കടിച്ചു കൊല്ലുകയോ ആന ചവിട്ടിക്കൊല്ലുകയോ കാട്ടുപോത്ത് കുത്തി മലർത്തുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അത് നിങ്ങളുടെ വിധി. അതല്ല ഈ സർക്കാർ ചെയ്യുന്നത്. നിങ്ങളെ വിധിക്ക് വിട്ടുകൊടുക്കുക. വിധി, നിങ്ങളുടെ വിധി എന്താണ്? വിട്ടുകൊടുക്കുക. സർക്കാരിന് ഒരു കാര്യവുമില്ല എന്ന മട്ടിലാണ് നിൽക്കുന്നത്. അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉള്ള അധികാരങ്ങൾ നിയമത്തിലുണ്ട്. അതിന് വിൽ പവർ വേണം, ഇച്ഛാശക്തി വേണം. ആ ഇച്ഛാശക്തി തീരെയില്ല. ഞങ്ങളിത് അവതരിപ്പിക്കുമ്പോൾ മന്ത്രി ചോദിക്കുകയാണ്, ഞാൻ വനമന്ത്രി ആയതുകൊണ്ടാണോ ആന കാട്ടിൽ നിന്നിറങ്ങുന്നതെന്ന് ചോദിക്കുന്ന വനം മന്ത്രിയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടും അദ്ദേഹത്തിനും ഈ വനാതിർത്തിയിലെ ജനങ്ങളോടൊരാഭിമുഖ്യമില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ വിഷയം അവതരിപ്പിക്കുന്നത് കേട്ടാൽ അറിയാം. ഞാൻ സമയക്കുറവ് മൂലം കഴിഞ്ഞ 8 കൊല്ലക്കാലമായി, അതിനു മുമ്പും ഇപ്പോഴും ഇതിനു വേണ്ടി ചെലവഴിച്ച തുകയുടെ കണക്ക് എനിക്ക് കാണാതെ അറിയാം. കുറച്ച് കൊണ്ടുവരിക. അവസാനം വട്ടപൂജ്യമാണ്. ഒരു പൈസയും ചെലവാക്കുന്നില്ല. നീക്കിവച്ച പൈസ പോലും ചെലവാക്കുന്നില്ല. ബജറ്റിൽ നീക്കിവച്ച പൈസ പോലും ഈ കാര്യത്തിന് വേണ്ടി ചെലവാക്കാതെ പോവുകയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ, കാർഷിക മേഖല, വിലത്തകർച്ച, അല്ലേ, കീടനാശിനിയുടെ വളത്തിന്റെ വില കൂടി, കൂലിച്ചെലവ് വർദ്ധിച്ചു, ജീവിക്കാൻ നിവർത്തിയില്ലാതെ മനുഷ്യർ നിൽക്കുക. നിങ്ങളെ ഈ ജാഥ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളെ ഞങ്ങൾ ഒറ്റയ്ക്കാക്കില്ല. നിങ്ങളോടൊപ്പം ഈ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നത് വരെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് വാക്കു പറയാനാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഞങ്ങളെ സ്നേഹം ചാലിച്ച് ഹൃദയത്തോട് ചേർത്ത് നിർത്തി ഈ ജാഥയെ ഹൃദയത്തിലേറ്റിയതിന് ഞാൻ ഈ മലയോര ജനതയോട് നന്ദി പറയുന്നു. ഈ പോരാട്ടം ആരംഭിക്കുന്നേയുള്ളൂ എന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും.